ലിപ്സ്റ്റിക് ഇടാൻ ഏകദേശം മാച്ചായിട്ടുള്ള. അപ്പോൾ നമ്മൾ ഐലൈനർ കണ്ടിന്യൂ ചെയ്യാണ്. ഇത് ഞാനിടുന്നത് ലാക്മേയുടെ ഐലൈനറാണ്. ഇത് നന്നായിട്ട് ഇടാൻ പറ്റില്ല എന്നുള്ളവർ ജെൽ ടൈപ്പ് വെച്ച് വേണം അങ്ങനെ കണ്ണിന് മുകളിൽ എഴുതി കൊടുക്കാനും. അതുപോലെ താഴെ കണ്ണിൻ്റെ ഉള്ളിൽ ആ വാട്ടർ ലൈനൊക്കെ എഴുതാൻ പെൻസിൽ വെച്ച് വേണം എഴുതി കൊടുക്കുവാനായിട്ട്. അല്ലെങ്കിൽ ബ്രഷ് വെച്ചും എഴുതി കൊടുക്കാം. പെൻസിലാകുമ്പോൾ ഈസിയുണ്ട്. ഇത് ഞാൻ ആ ഒരു ലാക്മേയുടെ അതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ആവാതെ ഇട്ട് കൊടുക്കണം. സ്പ്രെഡ് ആവാതെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ആ ഒരു ഐലൈനറിൻ്റെ അതിലുള്ളിലെ വാട്ടർ നമ്മുടെ ടിയറും കൂടെ മിക്സായിട്ട് അവിടെ മുഴുവൻ സ്പ്രെഡായിട്ട് കുളമാകും. സോ അങ്ങനെ ചെയ്യാതെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് എടുത്ത് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മളിട്ട മേക്കപ്പ് എല്ലാം മൊത്തത്തിൽ പോയി കിട്ടും. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇനിയും ഞാൻ നിങ്ങളുടെ ചെറിയ ടിപ്സ് ഇടുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്താലേ വീണ്ടും ആ ഒരു വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. ഇത് ഞാൻ നെക്സ്റ്റ് ഐസ് വരച്ചു കൊടുക്കുന്നതാണ്. ഇതും ഞാൻ ഒരുപാട് നാളായിട്ട് മിക്കവാറും പുറത്തൊക്കെ പോകുമ്പോൾ ഈ ഒരു ടൈപ്പിലാണ് കണ്ണ് എഴുതാറുള്ളത്. അതാണ് എൻ്റെ അങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ആവാത്തത്. ചിലരൊക്കെ പറയാറുണ്ട് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും ഇങ്ങനത്തെ യൂസ് ചെയ്യുമ്പോൾ, അതുകൊണ്ട് പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്താൽ ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി. കണ്ണ് പിന്നെ അനക്കാതെ വെക്കണം എന്നുള്ളൂ.